നമ്മൾക്ക് ക്രിസ്ത്യാനികളായിരിക്കുകയും ദുഃഖിതരായിട്ട് ജീവിക്കുകയും ചെയ്യാൻ അവകാശമില്ല. അങ്ങനെ ഈശോയെ അറിഞ്ഞ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെന്ന്, ആനന്ദത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിശാലമായ ഒരു ചിന്ത സഭ എല്ലാവരുടേതുമാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നുള്ളതായിരുന്നു. ഞാൻ ഓർക്കുന്നു, ലിസ്ബണിൽ വേൾഡ് യൂത്ത് ഡേയിൽ പങ്കെടുക്കാനായിട്ട് പോയപ്പോൾ വലിയ ആദരവോടെയും അത്ഭുതത്തോടെയും ഈ മനുഷ്യനെ നോക്കി നിന്നത്. കാരണം വയോധികനായി പാപ്പായെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ബലിയർപ്പിക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 15 ലക്ഷത്തോളം ചെറുപ്പക്കാരാണ് ലിസ്ബൺ എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിലേക്ക് കടന്നു വന്നത്. അവരെ ഉൾക്കൊള്ളാൻ ആ പട്ടണത്തിന് സാധിക്കാഞ്ഞതുകൊണ്ടായിരിക്കാം ഒരു വലിയ കടൽ തീരത്താണ് അവർ പരിശുദ്ധ കുർബാനയൊക്കെ ക്രമീകരിച്ചത്. അവരോട് അദ്ദേഹം കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈശോ മിശിഹ എല്ലാവരുടേതുമാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാവാം അഭയാർത്ഥികളുടെ കാര്യം വന്നപ്പോഴും അദ്ദേഹം ഈ തത്വം മുറുകെ പിടിച്ചു. സഭ എല്ലാവരുടേതുമാണ്, അതുകൊണ്ട് അഭയാർത്ഥികളെ സ്വീകരിക്കണം, നമ്മൾ അവരുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കരുത്, അരികുകളിൽ ഉള്ളവരിലേക്ക് സഭ കടന്നു ചെല്ലണം എന്നൊക്കെയുള്ള ശക്തമായ പ്രബോധനം അദ്ദേഹം നൽകി.